നാളെ കർക്കിടക വാവാണ്. കേരളത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. നമ്മളിൽ നിന്ന് വിട്ടുപോയ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങൾക്കും കുടുംബത്തിലുള്ളവർക്കും അച്ഛനമ്മമാർക്കും നമ്മുടെ അയലത്തുള്ളവർക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും നമുക്കറിയുന്നവരും അറിയാത്തമായ ആളുകൾ നമ്മളെ വിട്ടുപോയവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ബലിയിടുന്ന ദിവസമാണ്. ബലിയിടുന്ന നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കും. ഞാൻ ആൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും കള്ളും ബീഡിയും ഫ്രൂട്ട്സും കള്ളും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് അവർക്കുണ്ട്. ഇനി നാളെ ചോറ് റെഡിയാക്കി വെക്കണം. അപ്പം നമ്മളെ വിട്ടുപോയവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ മക്കളില്ലാത്തവർക്ക് വേണ്ടിയും ആരുമില്ലാത്തവർക്ക് വേണ്ടി എല്ലാം നമ്മുടെ ലോകത്തുള്ള സകല ലോകത്തിൽ നിന്ന് പോയവർക്ക് വേണ്ടി എല്ലാവർക്കും കൂടെ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സ്വാർത്ഥമതികളായിട്ട് ചെയ്യരുത്, എല്ലാവർക്കും വേണ്ടി ചെയ്യണം നമ്മൾ. അതോടൊപ്പം ഈ നദികളിലൊക്കെ മുങ്ങിക്കുളിക്കാൻ പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കടലിലുമൊക്കെ പോകുന്നവർ വെള്ളം കൂടിക്കിടക്കുന്ന സമയമാണ്. എല്ലാവരും വളരെ ജാഗ്രതയായിരിക്കണം. എല്ലാവർക്കും വേണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ ആളുകൾക്കും വേണ്ടിയും നമ്മളെ ഓർമ്മിച്ചുകൊണ്ട് അറിയുന്നവരെ അറിയാത്തവരെ എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യുക. അവരുടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അത് ലോകത്തുള്ള സകല മലയാളികൾക്ക് നാളെ അത് ഓർമ്മയുള്ളൊരു ദിവസമാണ് കർക്കിടക വാവ്. എല്ലായിടത്തും വെള്ളം കയറി കിടക്കുവാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ഒരു ദിവസം നമ്മളാരും മറക്കാൻ പാടില്ല. എനിക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായത് ഇപ്രാവശ്യമാണ് കൂടുതൽ അറിവ് കിട്ടിയത്. നമ്മളെല്ലാ ആളുകളും അതിനെക്കുറിച്ച് പഠിച്ചു വേണ്ട കാര്യങ്ങളെല്ലാവരും നമ്മുടെ ഒരു വിശ്വാസമാണ്, നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ ഹിന്ദുക്കളാണ്. നമ്മൾ കുറേ സംസ്കാരവും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഈച്ച് ആൻഡ് എവരി മലയാളീസ്, കേരള പീപ്പിൾ, അവരെല്ലാവരും ബലിതർപ്പണം ചെയ്യുന്നവരാണ്. ചെയ്യണം. എവിടെ ആയാലും ഒരു പിടി ചോറ്, ഒരു തിരി, ഒരു ഗ്ലാസ് വെള്ളം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കണം. കാര്യം നാളെ നമ്മളും ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ്. നമ്മളും ഈ ഹോസ്റ്റലിലൊക്കെ കുട്ടികൾ അവരുടെ പേരൻസിനെ ഹോളിഡേയ്സിൽ വെയിറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയവർക്കൊക്കെ ദൈവം നാളെ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് ഭൂമിയിൽ വരുന്നതിന് വേണ്ടി. അപ്പോൾ അവരിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ആർക്കും. ഞാനാണെങ്കിൽ എല്ലാവർക്കും, ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയ സകല ആളുകൾക്കും ജീവജാലങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ചെയ്തതും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചതും. നമ്മളെല്ലാവർക്കും വേണ്ടി ചെയ്യണം. നമ്മുടെ മലയാളികളുടെ ഒരു വിശേഷമായ എല്ലാവരെയും ഓർക്കുന്ന ഒരു ദിവസമാണ് നാളെ. എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് അച്ചടക്കത്തോടെയും നല്ല രീതിയിൽ ഈ ചടങ്ങുകളെല്ലാം ചെയ്ത് നമ്മുടെ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരെല്ലാം ഓർക്കേണ്ട ഒരു ദിവസമായിട്ട് കരുതണം. എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ മലയാളികളും.